BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് ഇന്ന് നെഞ്ചുപൊട്ടി പിതാവ് രാജനെത്തി. മകന്റെ ഓർമ്മകളിൽ വിങ്ങിപ്പൊട്ടിയ പിതാവിന്റെ കാഴ്ച ഹൃദയഭേദകമായി. പ്രിൻസിപ്പലിനെ കാണാൻ രാജൻ തയ്യാറായില്ല. ഒന്നും വേണ്ട, ഇതുവരെ ആരും ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലേ, വിളിച്ച് ചോദിച്ചില്ലേ, വീട്ടിൽ വന്നില്ലേ. എന്റെ മോനെ കൊന്നില്ലേ, പ്രിൻസിപ്പളിനെ ഞാൻ കാണൂല. എന്റെ മോനെ കൊന്നവനാണോ അവനെ ഞാൻ കാണൂല. ഇല്ല, അവനെ കണ്ടെല്ലാം ചെയ്യും, ഞാൻ കാണൂല. വേണ്ട, എനിക്ക് അവനെ കാണണ്ട. ഇല്ല ഇല്ല, അവനെ കാണണ്ട. നിതിൻ രാജിന്റെ സഹോദരി രാഖി, സഹോദരി ഭർത്താവ് അശോകൻ എന്നിവർക്കൊപ്പമാണ് പിതാവ് മകൻ പഠിച്ച കോളേജിലെത്തിയത്. ലോൺ ആപ്പിന്റെ പേരിൽ നിതിനെ വ്യക്തിഹത്യ ചെയ്യുകയാണെന്ന് അശോകൻ കുറ്റപ്പെടുത്തി. ജാതിപരമായി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇവിടെ അകത്തുള്ളവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പക്ഷേ ജാതിപരമായി നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് മാനേജ്മെൻറ്റ് സ്റ്റാഫുകളും പോലീസുകാരുൾപ്പെടെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നത്. ലോൺ ആപ്പിൻ്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാം, അവനും അറിയാം. കുറേ 15 ദിവസമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അടച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കും. SMS ഹിസ്റ്ററിയും കോൾ ഹിസ്റ്ററിയും ഒക്കെ എടുക്കും. ഈ വിനോദിൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെയും ലോൺ ആപ്പേരെ വിളിക്കും, ഈ വിനോദിനെയും വിളിക്കും. ഇതേ ഇവിടെ നടന്നിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ മുമ്പാകെ സംസാരിക്കുക. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവരാരും. അതൊരു ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തി ഹത്യയാണ് ചെയ്തിരിക്കുന്നത്, കൊലപാതകം. ഇതിനിടെ നിതിൻ രാജിന്റെ മരണത്തിൽ ഈ മാസം 28-ന് ദളിത് സംഘടനകളുടെ കൂട്ടായ്മ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോകുൽ K. വേണുഗോപാൽ കണ്ണൂരിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, സ്വന്തം മകൻ മരിച്ച ഒരു ക്യാമ്പസിലേക്ക് അച്ഛൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഹൃദയഭേദകമായ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പോൾ അവർ പ്രിൻസിപ്പലിനെ കാണാൻ തയ്യാറായിട്ടില്ല. പ്രിൻസിപ്പലിനെ കൂടി പ്രതി ചേർക്കണം എന്ന് പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇവിടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായോ? മറ്റു വിവരങ്ങൾ? ഇന്ന് 11:50 കൂടിയിട്ടാണ് നിതിൻ രാജിന്റെ പിതാവ് ഉൾപ്പെടെയുള്ള കുടുംബം, പിതാവും നിതിൻ രാജിന്റെ സഹോദരി ഭർത്താവും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കോളേജിലേക്ക് എത്തുന്നത്. നിതിൻ രാജിന്റെ മരണശേഷം ആദ്യമായിട്ടായിരുന്നു ഇവരുടെ സന്ദർശനം. അതിനാൽ തന്നെ ഹൃദയഭേദകമായിരുന്നു അവരുടെ കാഴ്ച. നിതിൻ രാജിന്റെ പിതാവിനെ എല്ലാവരും താങ്ങിയെടുത്തുകൊണ്ടായിരുന്നു കോളേജിലേക്ക് വന്നത്. നിതിൻ രാജ് വീണു മരിച്ച കെട്ടിടത്തിന്റെ പരിസരങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ പോയ സമയത്ത് കണ്ടു നിൽക്കുന്നവരെ ഏറെ വിഷമത്തിലാക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ മൊത്തം. അദ്ദേഹം പ്രിൻസിപ്പാളിനെ കാണാൻ തയ്യാറാവാതിരിക്കുക കൂടി ചെയ്തതോടുകൂടി വലിയൊരു വിമർശനം ഉന്നയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ പ്രിൻസിപ്പാൾ വിനോദ് മോനിയെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിയെ ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നും അദ്ദേഹം അതേ കാര്യം ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പാളെ കാണാൻ താൻ കൂട്ടാക്കില്ല, തന്റെ മകന്റെ മരണത്തിൽ ഉത്തരവാദി പ്രിൻസിപ്പാൾ ആണ് എന്നാണ് നിതിൻ രാജിന്റെ പിതാവ് പറഞ്ഞത്. അതേസമയം സഹോദരി ഭർത്താവ് പ്രിൻസിപ്പാളുമായി കാണുകയും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ അന്വേഷണ സംഘ തലവനായിട്ടുള്ള ACPയെ അല്പസമയത്തിനകം കണ്ണൂരെത്തിയതിനു ശേഷം കാണും. അഞ്ചരക്കണ്ടി കോളേജിലെ സന്ദർശനത്തിന് ശേഷം അവർ ഇപ്പോൾ തിരികെ കണ്ണൂർ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ചില വിമർശനങ്ങളൊക്കെ അവർ ഉന്നയിച്ചിരുന്നു. ഈ ഡോക്ടർ റാമു, സംഗീത തുടങ്ങിയ അധ്യാപകരെ ഇതുവരെ പിടികൂടാൻ സാധിക്കാത്തതുള്ള അതൃപ്തിയും അമർഷവും ഒക്കെ അവർ പരസ്യമാക്കുന്നുണ്ട്. മരണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ടാണ് പിടികൂടാൻ സാധിക്കാത്തത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ജാതി അധിക്ഷേപം നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ലോൺ ആപ്പുമായി കേന്ദ്രീകരിച്ച് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനോ അല്ലെങ്കിൽ അന്വേഷണം ആ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നൊരു പരാതി കൂടി ഇവർക്കുണ്ട്. ജാതി അധിക്ഷേപം പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറയുന്നു. ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാസം 28-ാം തീയതി വിവിധ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു ഹർത്താൽ കൂടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 52 ദളിത് സംഘടനകൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ആക്ഷൻ കൗൺസിലാണ് ഇത്തരത്തിൽ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതേസമയം നിതിൻ രാജിന്റെ കുടുംബം കുറച്ചു ദിവസം കൂടി കണ്ണൂരിൽ തന്നെ തുടരുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അമൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.